എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. ഞാൻ ഇന്നത്തെ കൊച്ചു കാര്യങ്ങളാണ് പറയുന്നത് കൂട്ടുകാരെ. ഞാൻ ഇന്ന് രാവിലെ മഴയൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ചുമ്മാതെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു വല്യമ്മച്ചിയുടെ മോളെ കാണാനായിട്ട് പോയി. അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ ഇവിടുത്തെ ഇന്നത്തെ ജോലികൾ, അടുക്കളപ്പണി, ബാക്കി വീട്ടിലെ ജോലികൾ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒരു 2 മണിയായപ്പോഴത്തേനാണ് പോയത്. ബസ്സിലാണ് പോയത്. കാരണം മഴയെല്ലാം തോന്നു നിന്നതാണ്. ഈ റോഡെല്ലാം ഭയങ്കര ഇങ്ങനെ കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ബസ്സിൽ പോകുന്നതാണ് നല്ലത്. അതാണ് നമുക്ക് സേഫ്. പിന്നെ അങ്ങനെ ഇവിടുന്ന് നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. അവിടെ ആ സ്റ്റോപ്പിൽ നിന്ന് ഒരാൾ നിന്ന് കൈ കാണിച്ച ഫാസ്റ്റ് നിർത്തത്തില്ല. അതുകൊണ്ട് ഞാൻ അടുത്ത് നിന്ന് ഒരാളെ കൂടെ ചട്ടം കെട്ടി ബസ്സിന് കൈ കാണിക്കാൻ. അങ്ങനെ ആ പുള്ളി കൂടെ കൈ കാണിച്ചത് കൊണ്ട് ആ ബസ് നിർത്തി. അങ്ങനെ ഞാൻ ആ ഫാസ്റ്റിനകത്ത് കയറി അങ്ങ് ഇരിപ്പുറപ്പിച്ചു. അങ്ങനെ ഇരുന്ന് നമ്മൾ 1 മണിക്കൂറോളമെങ്കിലും എടുക്കും അങ്ങ് ചെല്ലാൻ. ഈ ട്രാഫിക്കും ഇതൊക്കെ ആയിട്ട് അതിനകത്തിരുന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ഉറങ്ങി പിന്നെ ഈ സൈഡ് വ്യൂ ഒക്കെ കണ്ട് അങ്ങ് ചെന്നു. അവിടെ ചെന്ന് ഇറങ്ങി ഒരു കടയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് പിന്നെ അതും കഴിഞ്ഞ് നടന്ന് പോകുമ്പോൾ നമുക്ക് ഡൗട്ട് വരും, എങ്ങോട്ടാണ് പോകേണ്ടുന്നത്, എവിടോട്ടാണെന്നൊക്കെ. അതുകൊണ്ട് ഒരു ഓട്ടോയിൽ കയറി കൃത്യ സ്ഥലത്ത് തന്നെ എത്തി. ഗേറ്റ് കണ്ട മനസ്സിലാകും നമുക്ക് റോഡിൽ നിന്ന്. നമ്മൾ ഈ ബസ്സിൽ ചെന്നിട്ട് ഈ രാത്രി ഒക്കെ പോകുന്നത് കാരണം നമുക്ക് ഈ വഴിയൊന്നും അത്ര അറിയത്തില്ല. എന്തായാലും വഴിയൊക്കെ കൃത്യമായിട്ട് കിട്ടി. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ കളിക്കൂട്ടുകാരിയും എൻ്റെ വല്യമ്മച്ചിയുടെ മോള് ഒക്കെ ആയിട്ടുള്ള അവളെ ഞാൻ കണ്ട് കുറേ നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ്. എല്ലാവർക്കും ഇപ്പം ഭയങ്കര തിരക്കാണ്. അവരവരുടെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും എല്ലാം കുറേ നേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. അവിടെ നല്ല ടൗണാണ്, ആറ്റിങ്ങൽ. അവിടെ ഇറങ്ങി അവിടുന്ന് ഒരു ബേക്കറിയിൽ നിന്ന് ഒരു ഫ്രൂട്ട് സലാഡും ഒക്കെ കുടിച്ച് അവിടുന്ന് ഒരു ചായയും എല്ലാം കുടിച്ച് അവിടുന്ന് ഇറങ്ങി വന്നപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. നമ്മുടെ ഈ കൊല്ലത്തൊന്നും ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല. ATM ആണ്. ATM-ൽ സാധാരണ നമ്മുടെ ഇവിടെ എല്ലാം ATM-ൽ നിന്ന് കിട്ടുന്നത് ക്യാഷാണ്. പക്ഷേ അവിടെ പാലിന് വേണ്ടി മാത്രം ഒരു ATM. ആ ATM-ൽ 50 നമുക്ക് വേണ്ടുന്ന തുക ഇടുകയാണെങ്കിൽ അത്രയും ലിറ്റർ പാല് നമുക്ക് അതുവഴി ഇങ്ങനെ കിട്ടും. ഞാനിത് ആദ്യമായിട്ടാണ് കണ്ടത്. എനിക്കിതൊരു പുതിയ അറിവാണ്. ഞാനെങ്ങനെ അതിൻ്റെ മുമ്പിൽ നിന്ന് നോക്കി. അത് സംഭവം കൊള്ളാം. പാല് നമ്മളങ്ങനെ ഇത് പൈസ ഇടുമ്പോൾ നമുക്ക് വേണ്ടുന്ന പാല്, നമ്മൾ ഇട്ട തുകയ്ക്കുള്ള പാല് ആ ഒരു ഇതുപോലെ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ട് അതുവഴി നമുക്ക് കിട്ടും. എന്തൊരു സൗകര്യം ആളുകൾക്കെല്ലാം. ഇവിടുത്തെക്കാട്ടിലും വലിയ ടൗണാണ് അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഈ കൊല്ലത്തൊന്നും ഇതുവരെ ഇത് കണ്ടിട്ടില്ല. അതൊരു പുതിയ അറിവായിരുന്നു. അവിടെയും നമ്മളെ ഇവിടുത്തെ പോലെ തന്നെ വലിയ വലിയ കടകളും ഭയങ്കര തിരക്കും ചില സ്ഥലത്തോട്ടൊക്കെ നല്ല തൊളിയും വെള്ളവും ഒക്കെ ആയിട്ട് കിടക്കുന്നു. ബാക്കി ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നു. ഇങ്ങനെയുള്ളൊരു സ്ഥലമാണ്. എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? എല്ലാവരും വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുകയായിരിക്കും. ഞാനും ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. കുറച്ച് താമസിച്ച്. കാരണം ഞാൻ പോയത് തന്നെ 2:30 ആയിട്ടാണ്. പിന്നെ ബസ്സൊക്കെ കിട്ടി. അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഇനി വന്നപ്പോഴേക്കും സമയം ഇത്രയും ആയി. കൂട്ടുകാരെ, പിന്നെ ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആരും വീഡിയോ ഒന്നും കാണുന്നില്ല. എല്ലാവർക്കും വേറെ വിശേഷമൊന്നുമില്ല കൂട്ടുകാരെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.